ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും തോൽക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഇപ്പോൾ ഒരുപാട് വിലപിച്ച് നിൽക്കുകയാണ്. UDF പോകാനുള്ള സാഹചര്യവും തള്ളിക്കളഞ്ഞു. അപ്പോൾ ജോസ് കെ മാണിയുടെ ഭാവി ഇനി എന്താകും? ഇങ്ങനൊരു തോൽവി ആ പാർട്ടി അർഹിക്കുന്നതായിരുന്നില്ല. ആ തോൽവിയിലേക്ക് ആ പാർട്ടിയെ നയിച്ചത് അതിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഭിന്നിപ്പാണ്. അതായത് മാണി സാർ എപ്പോഴും വളരെ സൂത്രശാലിയായിരുന്നു. മാണി സാറിന് കാറ്റ് മാറി വീശുന്നതെന്ന് മാണി സാർ കടമാറ്റി ചവിട്ടും. ജോസ് കെ മാണി അതിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും മാണി സാർ നിലപാടെടുത്തിരി. ജോസ് കെ മാണിക്ക് അത് പറ്റാതെ പോയതാണ് പ്രശ്നം. റോഷി അഗസ്റ്റിനും മഹേഷ് ദാമോദരൻ ഒരാളില്ലേ, നിങ്ങൾ പത്തനംതിട്ടയുള്ള രമേശൻ അയാളാന്ന് തോന്നിയില്ല, ബുദ്ധികാൻ നോക്കും. പ്രമോദ് നാരായൺ റാന്നി MLA തോറ്റുപോയി. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ LDF കൂടെ വെക്കും, അങ്ങനെ പാർട്ടി വളരാൻ സാധ്യതയുണ്ട് എന്ന ഒരു മെസ്സേജ് കൊടുത്തു. അതുകൊണ്ട് ജോസ് പേടിച്ചു. അതെങ്കിൽ ജോസ് എങ്കിലും ജയിച്ചിട്ടില്ല. ഇതിപ്പം റോഷിയും തോറ്റു, ജോസും തോറ്റു, പ്രമോദും തോറ്റു. അപ്പോൾ ആദ്യമായിട്ട് 0 ആയി. ഈ കേരള കോൺഗ്രസിനിടയിൽ വലിയ പാർട്ടി അവരാണല്ലോ. ഇനിയിപ്പോൾ UDF വന്നാൽ പണ്ടത്തെ പരിഗണന കിട്ടില്ല. അതല്ല, ഇപ്പോൾ ലീഗിനെ വരെ വേണ്ടാന്ന രീതിയിലാണ് കോൺഗ്രസ്സുകാരുടെ പോക്ക്. അത് കുറച്ച് കഴിയുമ്പോൾ അനുഭവിച്ചോളൂ. ലീഗിനെ വരെ വേണ്ട രീതിയിലാണ് അവന്മാരെ പോക്ക്. അപ്പം ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ബൈബിളിലെ ഒരു വചനമാണ്, കാനാൻ ദേശം. അത് നിനക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷെ ഒരിക്കലും നീ എൻ്റെ കൈ കിട്ടില്ല എന്നോ അങ്ങനെ ഒരു ബൈബിളിലൊരു വചനമുണ്ട്. മോസസിനോട് ദൈവം പറയുന്നത്. അത് മോസസ് അവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ മുമ്പ് മൂപ്പര് മരിച്ചു പോകുന്നുണ്ട്. അതേപോലെ ഈ കേരള കോൺഗ്രസിന് എല്ലാ സമയത്തും ഉള്ള ഒരു വാക്തത്വ ഭൂമിയാണ് BJP. പക്ഷെ ഇതുവരെ അവരങ്ങോട്ട് എത്തിയിട്ടില്ല. പല കഷ്ണങ്ങൾ എത്തിയെന്നല്ലാതെ മാണി ഗ്രൂപ്പോ ഒന്നും എത്തിയിട്ടില്ല. അപ്പം BJP ഇപ്പം വിശാലമായ ആകാശമാണ്. നമ്മളെ കഴിഞ്ഞ ദിവസമായിട്ട് ഒരു പോസ്റ്റിൻ്റെ അണ്ടറിൽ ആരോ കമൻറ്റ് ചെയ്യുന്നുണ്ട്, BJPക്കാരായിരിക്കും, ഈ രാജീവ് ചന്ദ്രശേഖർ ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. അത് രീതിയിലാണ് പോകും. ആ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പല ഹിന്ദുത്വവാദികൾക്കും ഇഷ്ടം. സെൻകുമാർ സാർ നടക്കും. അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJPക്ക് അത് മുതൽക്കൂട്ടായി. കേരള കോൺഗ്രസ് പോലെ 4 ആളുള്ള വലിയ ഹിസ്റ്ററിയുള്ളൊരു പാർട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുതൽക്കൂട്ടാണ്. അപ്പം മുമ്പേ മാണി സാറിൻ്റെ സമയത്ത് പല സമയത്തും ഇത് ആലോചിച്ചതാണ്. പിന്നെ ജോസ് കെ മാണി സാറിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കേരള മുഖ്യമന്ത്രിയായി മരിക്കണം എന്നുള്ളതായിരുന്നു. അത് തൊട്ട് മുമ്പ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കൂടി തട്ടിക്കളഞ്ഞതാണ് ഏറ്റവും അവസാനം സാധ്യത വന്നപ്പോൾ. ജോസ് കെ മാണിക്ക് അത്ര അത്യാഗ്രഹമൊന്നുമില്ല. ജോസ് കെ മാണിയുടെ അത്യാഗ്രഹം ഒരു കേന്ദ്രമന്ത്രി ആവുമെന്നുള്ളത്. അത് BJP ഈസിയായിട്ട് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി കാനാൻ ദേശം മാത്രമാണ് അവരുടെ ഒരു അഭയകേന്ദ്രം, BJP എന്ന കാനാൻ ദേശം. NDA മുന്നണിയിലേക്ക് അത് വളരെ അടുത്താണോ? അതാണ് അവർക്ക് മാന്യമായ ഒരു അക്കോമഡേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി അയാൾ MP ആണ്. MP ആയ സ്ഥിതിക്ക് കഴിയാറായി. കേന്ദ്രമന്ത്രി ആവാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ കർഷക ജനതയ്ക്ക് നൽകിയ പ്രത്യേക പരിഗണന കൊണ്ട് ഇന്റലക്ച്വൽസിന് കുറച്ച് സീറ്റ് ഉണ്ട് രാജ്യസഭയിൽ. BJP അതൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എടുക്കാം. രാജ്യസഭ MP കണ്ടിന്യൂ. സുരേഷ് ഗോപി ആദ്യ ടൈമിൽ അങ്ങനെ ആയിരുന്നല്ലോ വന്നത്, കലാരംഗത്ത് നൽകിയ സംഭാവന. സുരേഷ് ഗോപിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് വന്നു. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ വരാനൊക്കെ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ശബരിമലയെ പറ്റി പുസ്തകം എഴുതിയുകൊണ്ട് MP. BJP രാജീവ് ചന്ദ്രശേഖർ എന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഈ ജോസ് കെ മാണി കൂട്ടരും NDAയിലേക്ക് വന്നാൽ ഈ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒന്നുകൂടെ ശക്തിപ്പെടും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം BJPനെ മാറ്റി നിർത്തി ഇനിയിപ്പോൾ ഇന്ത്യയിൽ അവർക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇനി ഈ സിറിയൻ ക്രിസ്ത്യാനികളാണല്ലോ മൂപ്പരുടെ ഒരു വോട്ട് ബാങ്ക്. അവർ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള കൺവേർഷൻ ഒന്നും നടത്തുന്നൊന്നുമില്ല. അവർ വല്ല നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കൺവേർട്ട് ചെയ്യുന്നല്ല, കേരളത്തിലൊന്നും കൺവേർഷൻ നടത്തുന്നില്ല. പിന്നെ വല്ല പിള്ളേരും വല്ല ഹിന്ദു പെൺപിള്ളേരെ കെട്ടിക്കൊണ്ട് വന്നാൽ പിള്ളേരൊന്ന് കൺവേർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മാമോദീസ മുക്കണം. കുറച്ച് ബോധം വീറുള്ള ആളുകൾ, നിങ്ങളെ ഫ്രണ്ട്സ് തന്നെ പത്തനംതിട്ടയുള്ള ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് അറിയില്ല. അത് വളരെ പ്രാക്ടിക്കലാണ്. നമ്മുടെ ആളുകളെ പോലെ കണ്ടതിന് മൊത്തം ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതാണ് അവരുടെ നേച്ചർ. അപ്പം അതുകൊണ്ട് BJPക്ക് ഒരു അസറ്റായിരിക്കും. ഇനി എനിക്ക് തോന്നുന്നു ജോസ് കെ മാണിക്ക് UDFനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര എളുപ്പമല്ല. അവർക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ഇലക്ഷന് ജോസഫ് ഗ്രൂപ്പിന് നല്ല ഐഡിയ കിട്ടിയത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് എല്ലാവരും എഴുതി തള്ളി. റോഷി ഇപ്പം കംഫർട്ടബിളായിട്ട് കേരള കോൺഗ്രസ് ജയിച്ചിരുന്ന സ്ഥലമാണ് നമ്മുടെ മോൻസിൻ്റെ മണ്ഡലം. അവിടെ കടത്തുരുത്തി. കഴിഞ്ഞ തവണ അവിടെ ചെറിയ വോട്ടിനാണ് ജയിച്ചത്. പക്ഷെ ഇത്തവണ പിന്നെ ഹ്യൂജ് മാർജിനിൽ അവർ ജയിക്കേണ്ടത്.
കഴിഞ്ഞ തവണ അവിടെ ആരെയും മത്സരിച്ച് സ്കറിയ തോമസ്. ഏതായാലും നല്ല മത്സരമായിരുന്നു അവിടെ. അപ്പം അവരെക്കാട് എന്തിനേക്ക് മാണി സാർ ഉണ്ടാക്കിയൊരു പാരമ്പര്യ പാർട്ടിക്ക് ഉണ്ടല്ലോ. മാണി സാറിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആ സെൻട്രൽ ട്രാവൻകൂർ ഒരു എല്ലാ ക്രിസ്ത്യാനിക്കും മാണി സാറിനുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും ഉപകാരം മാണി സാർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണ് ഈ മാണി സാർ എന്നുള്ള വിളി വന്നത്. എല്ലാവർക്കും മാണി സാറാണ്, ആര് പോയാലും മാണി സാറാണ്. മാണി സാറിന്റെ അവസാനം ഈ പിള്ളേരെ അടിപിടി കൂടിയാൻ തുടങ്ങിയപ്പോഴാണ് മാണി സാറിനൊന്ന് കൺട്രോൾ പോയത്. അതർവൈസ് മാണി സാർ എല്ലാവരും വരും. പ്രത്യേകിച്ച് ആ നാട്ടിലുള്ള ആളുകൾക്ക് മാണി സാറിന് വലിയ കാര്യമാണ്. കുടിയേറ്റ കർഷകർക്കും 10-50 വർഷക്കാലം അവരെ പ്രൊട്ടക്ട് ചെയ്ത ഷെവലിയറായിരുന്നല്ലോ, അവരെ പ്രൊട്ടക്ട് ചെയ്ത ഷാർലിമെയിൻ ആയിരുന്നു മാണി സാർ. പക്ഷെ ജോസ് കെ മാണിക്ക് ആ ഒരു നയചാതുര്യം ഇല്ല, അതാണ് പ്രശ്നം പറ്റിയത്. ജോസ് കെ മാണിയുടെ ഭാര്യ എനിക്കൊന്ന് കുറച്ചുകൂടി സെൻസിബിൾ ലേഡിയാണ്, നിഷ. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 തവണയാണ് പാലയിൽ ജോസ് കെ മാണി തോറ്റത്. ടോട്ടൽ 3 തവണ തോറ്റു. അത് 3 തവണ കയ്യിലുള്ള സീറ്റിലാണ് തോൽക്കുന്നത് ലോക്സഭയിൽ. അപ്പം ജോസ് കെ മാണിയുടെ പ്രശ്നം, ജോസ് കെ മാണി വളരെ നൈവാണ്. ഇപ്പൊ കുട്ടിയമ്മയുടെ പോലെ ഒരു ഷാർപ്നെസ് ഇല്ല, മാണി സാറിന്റെ ഒരു നയവൈദഗ്ധ്യവും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വൈഫ് നിഷ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഷൂടാന്ന് തോന്നുന്നു. പക്ഷേ ജോസ് കെ മാണി എൻ ഡി എയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സഭയുടെയൊക്കെ ഒരു അനുമതി വേണ്ടേ? അത് പള്ളിക്കാരും പട്ടക്കാരും പലരക്കാർ ഇത്തവണ ഈ UDF-ന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു താല്പര്യം കൊണ്ടായിരിക്കും ജോസ് കെ മാണി മുന്നണി വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പൊ റോഷി പ്രശ്നം ഉണ്ടാക്കി, അപ്പൊ എല്ലാവരും മുങ്ങി. അല്ലെങ്കിൽ ജോസ് രക്ഷപ്പെടുമായിരുന്നു, പിളരേണ്ടതായിരുന്നു. അല്ല, പിളർന്നാലും മാണി സാർ ശക്തനായി നിൽക്കുമല്ലോ, അതുപോലെ തന്നെ ജോസ് ശക്തനായി നിൽക്കുമായിരുന്നു. ഇവരുടെ ബേസ് പള്ളിക്കാരും പട്ടക്കാരും ആണല്ലോ. ഈ പള്ളിക്കാരും പട്ടക്കാരും പറഞ്ഞത് കേട്ടില്ല. ഇപ്പം CPM-ന്റെ കൂടെ പോകാൻ കാരണം പള്ളിക്കാരും പട്ടക്കാരുമാണ്. പള്ളിക്കാരും പട്ടക്കാരും ഇടയ്ക്ക് ഉമ്മൻചാണ്ടിനെ കണ്ണെടുത്ത കണ്ടൂടെ, UDF-നെ കണ്ണെടുത്ത കണ്ടൂടെ, ലീഗിന്റെ അതിപ്രസരം എന്നുള്ളത്. ഇപ്പം അത് മാറി. ഇപ്പം നൗ ദേ ആർ വിത്ത് UDF എന്നുള്ളതാണ്. അപ്പോൾ ആ ചുമരെഴുത്ത് മാണി സാറിനെ പോലെ വായിച്ചെടുക്കാൻ ജോസ് കെ മാണിക്ക് പറ്റിയില്ല. അപ്പോൾ ജോസ് കെ മാണി ഇനി ഒറ്റയ്ക്ക് ഇന്ന് കുറച്ച് ശക്തി തെളിയിച്ച് BJP-യുടെ കൂടെ പോയി ഉറച്ചു നിൽക്കേണ്ടി വരും. അതേ ഒരു സ്കോപ്പുള്ളൂ, അതൊരു പ്രശ്നമല്ല, ഇറ്റ്സ് പോസിബിൾ. എനിക്കൊന്ന് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സാധ്യമാവും, ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ നേട്ടമായിരിക്കും. BJP-ക്ക് നേട്ടം, അവർക്ക് നേട്ടമാണ്. ജോസ് കെ മാണിക്കൊരു സഹമന്ത്രി സ്ഥാനമെങ്കിലും പ്രതീക്ഷിക്കാം. ജോസ് കെ മാണി ഇനി പാർട്ടി ശക്തിപ്പെടുത്താൻ നോക്കണം. ആ സജി മഞ്ഞക്കടമ്പനൊക്കെ പുറത്താക്കിയതൊക്കെയാണ് വലിയ വിഷയമായത്. സജി മഞ്ഞക്കടമ്പൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചത്ത് പണിയെടുക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ അദ്ദേഹം പുറത്താക്കി. ഇവരുടെ പേഴ്സണൽ ഈഗോ അത് വലിയൊരു വിഷയമാണ്. ഇപ്പം നിഷ തന്നെ ലീഡർഷിപ്പിലേക്ക് വരാതിരിക്കാൻ കാരണം ഫാമിലിയിലെ പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നു. ഫാമിലിയിലെ പലർക്കും നിഷ വരുന്നത് ഇഷ്ടമല്ല. പക്ഷെ നിഷ ഒരു കഴിവുള്ള കൊച്ചല്ല, ഏതാണ് നമ്മുടെ കേജ് ആയിരിക്കും. ഒരു കഴിവുള്ള ലേഡിയാണ് അവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിഷേനെയൊക്കെ ഒന്ന് രംഗത്ത് ഇറങ്ങി സജീവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.